ഇന്ന് കർക്കിടക വാവ്. പിതൃതർപ്പണം നടത്തി 10,000. രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലും ഇത്തവണ പിതൃതർപ്പണത്തിനെത്തിയത് 5000-ഓളം ആളുകളാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. ക്ഷേത്ര മേൽശാന്തി സതീഷ് ശാന്തികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടകവാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹിന്ദുമത വിശ്വാസികൾ ആചരിക്കുന്നത്. ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ്. അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓം ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവത്വര്യമാ ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു അവതു വക്താരം. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത്. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് മരിച്ച് മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിയോടെയാണ് പിതൃതർപ്പണം നടത്തുന്നത്. പ്രധാനമായും കടൽ തീരങ്ങൾ, നദികളുടെ കടവുകൾ എന്നിവിടങ്ങളിലാണ് ചടങ്ങുകൾ നടക്കാറുള്ളത്. ഇതോട് ചേർന്ന് പലപ്പോഴും ക്ഷേത്രങ്ങളും കാണാറുണ്ട്. ഹൈറേഞ്ചിൽ ഏറെ പ്രാധാന്യത്തോടെ കർക്കിടക വാവുബലി നടത്തപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് രാജാക്കാട് പശ്ചിമ കൈലാസനാഥ് ശ്രീ മഹാദേവർ ക്ഷേത്രം. ഇത്തവണയും ഇവിടെ ബലിതർപ്പണത്തിനെത്തിയത് ആയിരക്കണക്കിന് വിശ്വാസികളാണ്. രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവുബലി രാവിലെ 6 മണി മുതൽ ക്ഷേത്ര പരിസരത്ത് ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിന്റെ മേൽശാന്തി നല്ലൊരാളായ സതീഷ് ശാന്തിയുടെ നേതൃത്വത്തിൽ കർമ്മങ്ങളെല്ലാം നടന്നു വരുന്നു. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തലേ ദിവസം തന്നെ ക്ഷേത്ര ഭരണസമിതി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 10,000 ഭക്തജനങ്ങൾ നമ്മുടെ രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായിട്ട് എത്താറുണ്ട്. അവർക്ക് വേണ്ട വിപുലമായ സൗകര്യങ്ങളെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ രാവിലത്തെ പ്രഭാത ഭക്ഷണവും നമ്മൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ക്ഷേത്ര പൂജാധികാരികളിലും ബലിതർപ്പണത്തിലും എല്ലാം സഹകരിച്ച ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതിയുടെ നന്ദി അറിയിക്കുന്നു. ബലിതർപ്പണം നടത്താനെത്തുന്ന മുഴുവൻ വിശ്വാസികൾക്കും പ്രഭാത ഭക്ഷണവും ക്രമീകരിച്ചിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി സതീഷ് ശാന്തികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് സാബു വവലക്കാട്ട്, വൈസ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി KP സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്.
Woodpecker Furnishing and Kattapana Bed Center, Government Tribal Higher Secondary School സമീപം കട്ടപ്പന.